നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമാ നടൻ, സംവിധായകനൊക്കെ ആയിട്ടുള്ള അൽത്താഫ് സലീമിനെയാണ് ഇന്ന് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അൽത്താഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് മലയാള സിനിമയിലെ ഈ ഇന്ദ്രൻസ് കഴിഞ്ഞ ഏറ്റവും പാവം മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. എനിക്ക് അറിഞ്ഞു കേട്ടോ, ഇത് മുഖം മൂടിയാണോ എനിക്ക് അറിഞ്ഞു. അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അല്ലേ, ശരിക്കും നമുക്ക് അയ്യോ പാവം എന്ന് തോന്നുന്നൊരു മനുഷ്യൻ. അത് പക്ഷേ ഇടയ്ക്കൊന്ന് വില്ലനായിട്ടൊക്കെ അഭിനയിച്ചെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഒരു പാവം മനുഷ്യനായിട്ട് തോന്നുന്ന ആളാണ്. ഏറ്റവും രസകരമായൊരു കാര്യം, 10 വർഷം മുമ്പ് പ്രേമം എന്ന് പറയുന്ന സിനിമയിൽ യൂണിഫോമൊക്കെ ഇട്ട് വന്ന് നമ്മളെ ഞെട്ടിച്ച മനുഷ്യനാണ്. അതായത് ഈ മേരിയെ പ്രേമിക്കാൻ നടന്ന എല്ലാവരുടെയും കണ്ണിലെ കരടായിരുന്നു അന്ന് അൽത്താഫ്. അവസാനം അൽത്താഫിനും കിട്ടിയില്ല, ആർക്കും കിട്ടിയെന്നുള്ള വേറൊരു കാര്യം, മേരിയെ. പക്ഷേ അതിനുശേഷം 2-3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മലയാളത്തിലെ ഏറ്റവും ഗംഭീരമായ ഒരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് അൽത്താഫ് നമ്മളെ ഞെട്ടിച്ചു. ആ സിനിമ വന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനത് ഇതാരായിരിക്കും ഈ സംവിധാനം ചെയ്ത ആളെന്ന് നോക്കുമ്പോഴത്തേക്കാണ് പ്രേമത്തിലെ ആ കൊച്ച് യൂണിഫോം ഇട്ട് നടന്ന പയ്യനാണ് ആ സംവിധാനം എന്ന് പറഞ്ഞ് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോഴാണ് ഒരു വലിയ പ്രതിഭയാണ് ഈ ഒരു യൂണിഫോം ഇട്ട് നടന്ന് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന അൽത്താഫ് എന്ന് മനസ്സിലാക്കിയത്. ഒന്നും കഴിഞ്ഞിട്ടില്ല, ഒരു ഗംഭീരമായ അടുത്ത സിനിമയുടെ പണിപ്പുരയിലാണ്. അതിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തായി ഓണം റിലീസാണ്. ഓടും കുതിര ചാടും കുതിര അല്ലേ? അതും മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിലൊരാളായ ഫഹദ് ഫാസിലാണ് അതിൽ നായകനായിട്ട് വരുന്നത്. എന്ന് തന്നെയല്ല, സംവിധായകൻ, നടൻ എന്ന നിലയിൽ മാത്രമല്ല, തിരക്കഥാകൃത്ത് കൂടിയാണ്. അല്ലെങ്കിൽ ഇത്രയും ഗംഭീരമായ സിനിമ ഒറ്റയ്ക്കിരുന്ന് എഴുതി, ഒറ്റയ്ക്ക് ഇപ്പം രണ്ടാമത്തെ സിനിമ ഒറ്റയ്ക്ക് എഴുതി, ആദ്യത്തെ സിനിമയിൽ ഒരാൾ കൂട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നല്ലൊരു എഴുത്തുകാരനും കൂടിയാണ് അൽത്താഫ് എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ മലയാളത്തിലെ മിക്ക സിനിമകളിലും നല്ല ഗംഭീരമായ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മന്ദാകിനിയിലൂടെ നായകനാവുകയും ചെയ്തു. അങ്ങനെയൊക്കെയുള്ള അൽത്താഫിൻ്റെ വാഹന വിശേഷങ്ങളിലൂടെ നമുക്ക് ജീവിത വിശേഷങ്ങളിലേക്കും സിനിമാ വിശേഷങ്ങളിലും കൂടെ കടക്കാം. അപ്പോൾ വാഹനം ഇതാണ്. ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഒരു BMW ബെൻസ് വാങ്ങിക്കരുതോ? അങ്ങനെ തോന്നാറില്ല. അങ്ങനെ അതുകൊണ്ടാണ്. പൈസ വാങ്ങിക്കാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, പൈസ വാങ്ങിക്കുന്നതിൻ്റെ അല്ല, ആഗ്രഹം. അങ്ങനെ ഞാനിങ്ങനെ കാണും, എനിക്ക് വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ഈ ഒന്നാമത് എടുക്കൽ ഭയങ്കര കുറവാണ്. നമ്മൾ ഓടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഷൂട്ടുള്ളപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്ഷനിൽ നിന്ന് ഒരു വണ്ടി വരും. അപ്പം നമ്മൾ രാവിലെ കയറി അതിൽ ഇരിക്കുക. ഇനി ഇത് ഓടിച്ചു പോയി ലൈൻസൊക്കെ മറന്നുപോയി പിന്നെ ഫീൽഡ് ഔട്ട് ആണെങ്കിലും നല്ലതാണല്ലോ. ആ ടെൻഷനൊന്നും വേണ്ടല്ലോ. അപ്പോൾ കറക്റ്റ് സമയത്ത് അവർ എത്തിച്ചോളും, തിരിച്ചു കൊണ്ടൊന്ന് വിട്ടോളും. അപ്പം അതിൻ്റെ ഇടയിലുള്ള സമയത്തൊന്നും ഇല്ല. ഇപ്പോൾ ഡയറക്ഷൻ ഇതാണെങ്കിലും ഓടിക്കൽ ചില സമയത്ത് റിലാക്സിങ് ആണ്, പക്ഷെ എല്ലാ സമയത്തും അത് ഇതല്ലായിരിക്കും. അപ്പം ഇനിയിപ്പോൾ ഭാവിയിൽ നോക്കാം. ഞാൻ എന്തായാലും ബൈച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എടുക്കുള്ളൂ. ഇത് ഞാൻ ആ സെഗ്മെന്റിലുള്ള എല്ലാ വണ്ടിയും ഓടിച്ചു നോക്കി. ഓടിച്ചു നോക്കിയപ്പോൾ ക്രെറ്റ, ടൈഗൂൺ, കുഷാക്ക്, പിന്നെ ഏതായിരുന്നു മറ്റേ XUV 700 ഒന്നും ഓടിച്ചില്ല. ആ ഇതിലുള്ള ഹാരിയർ പോയില്ല, അതും പോയില്ല. പിന്നെ ഇത് അങ്ങനെ ഓടിച്ച എനിക്ക് അപ്പോൾ എനിക്കും വൈഫിനും ഇൻസ്റ്റന്റ് ലവ് കിട്ടിയത് ഈ വണ്ടിയായിരുന്നു. പക്ഷെ കമ്പയർ ടു ഈ കിയയുടെ ഒക്കെ മോഡൽസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സ്, കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കുറവാണ്. പക്ഷേ റൈഡ് ആൻഡ് ഹാൻഡ്ലിങ് എനിക്ക് ഇതിൻ്റെ അത്രയും എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല. പിന്നെ ബാക്കി കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് വേണ്ട കണക്ടിവിറ്റി ഒക്കെ തൽക്കാലത്തേക്ക് ഉണ്ട്. ഞാൻ അത്രയും നോക്കിയുള്ളൂ. ഉപയോഗിക്കാൻ പോകുന്നില്ല. അപ്പൊ ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ല. അപ്പൊ ഇതിനു മുമ്പ് ഏതായിരുന്നു വണ്ടി? പോളോ GT ആയിരുന്നു. ഇതിലേക്ക് വന്നത്. അപ്പൊ ഈ ജർമ്മൻ വണ്ടിയിൽ നിന്നും ഒരു ജാപ്പനീസ് വണ്ടിയിലേക്ക് ഒരു വ്യത്യാസം തോന്നിയില്ല? ഡ്രൈവിങ്ങിന്റെ മറ്റേ പവറിന്റെ ഭയങ്കര വ്യത്യാസമായിരുന്നു. പിന്നെ ഇതിപ്പോ യൂസ്ഡ് ആയി. മറ്റത് ഞാൻ 1,00,000 മേലെ ഓടിച്ചിരുന്നു അത്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ആദ്യത്തെ വണ്ടി അതായിരുന്നു. അത് ഞണ്ടുകൾ വിജയിച്ചു കഴിഞ്ഞപ്പോ നിവിൻ ഗിഫ്റ്റ് ചെയ്താണ്. അങ്ങനെ വലിയ വണ്ടി തരായിരുന്നു. ഇല്ല, ആ സമയത്ത് അതായിരുന്നു നല്ല വണ്ടി. തരാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ പിന്നെ അത് യൂസ് ചെയ്തു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ലെഗ് സ്പേസ് കുറച്ചുകൂടി വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. ഇപ്പൊ 1 വർഷം ആവാറായി. ഇതുവരെ ആകെ 5000 പോലും ഓടിയിട്ടുള്ളൂ. ഇഗ്നിസ് ഉണ്ട്, അതാണ് യൂസ് ചെയ്യാറ്. അതാണ് എനിക്ക് വൈകുന്നേരം ചായ കുടിക്കാനൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ ഇതൊക്കെ എവിടെയെങ്കിലും കുത്തി കയറ്റിയൊക്കെ പാർക്ക് ചെയ്യണ്ട്. ഇത് ആകെ 5 സെന്റ് ഉള്ളൂ, അതിൽ 5000 വണ്ടി ഉണ്ട്. അങ്ങനെ വൈഫ് ഓടിക്കും. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു വണ്ടി വൈഫ് കൊണ്ടുപോയിരിക്കുകയാണ്. അതെ. വൈഫാണ് ഇതാണോ അധികം ഓടിക്കുന്നത്? ലോങ് ഡ്രൈവിന് പോകുമ്പോഴൊക്കെ വൈഫ് തന്നെ യൂസ് ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ ഇഗ്നിഷൻ എടുക്കാറുള്ളൂ. ഇതെടുത്ത് മീൻസ് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കൊണ്ട് നടക്കാൻ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ചെറിയ വണ്ടി തന്നെ നല്ലത്.
ഇപ്പം ആലുവക്കാരനാണെങ്കിൽ ഇപ്പം എറണാകുളത്താണ് താമസം. ഞാനിപ്പോ കാക്കനാട് സെറ്റിലായി, ഇടച്ചിറക്കാരനായി ഇപ്പൊ കാക്കനാട്. ശരി ശരി. അപ്പൊ ഈ വണ്ടിയൊക്കെ വാങ്ങിച്ച സമയത്ത് ഇലക്ട്രിക് വണ്ടികളുടെ ഒരു സമയമായല്ലോ, എന്തുകൊണ്ടാണ് അധികം ഓട്ടോ ഒന്നും ഇല്ല പിന്നെ ടൗണിലൊക്കെ ഓടിക്കുക ഇലക്ട്രിക് മതിയെന്ന് ചിന്തിച്ചിരുന്നത്? ഞാൻ MGയുടെ മറ്റേ ZSEV നോക്കിയിരുന്നു. അപ്പൊ ഞാനിതിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്തു. അപ്പൊ അത് മാത്രമാണ്, ബാക്കിയൊക്കെ എല്ലാം മറ്റേ ട്രയൽ അടിക്കാതെയാണ് ഇവിടെ ഇറക്കിയേക്കുന്നത്. MG ZS മാത്രം എനിക്ക് തോന്നുന്നു സ്വീഡനിലോ എവിടെയൊക്കെയോ മുമ്പ് വരെയും അവര് റൺ ചെയ്ത് അതിന്റെ ഇതൊക്കെ ഡേറ്റ ഒക്കെ എടുത്തിട്ടാണ് അവര് ഉള്ളത്. പിന്നെ കഴിഞ്ഞപ്പോൾ അതിന്റെ റേറ്റ് പിന്നെ +10 +12 എന്തോ 20. അപ്പൊ പിന്നെ അതൊന്ന്, പിന്നെ നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഇതിനുള്ള ചാർജിങ് സൗകര്യം ഒന്നും ഉണ്ടായില്ല. അത് ആ ചാർജിങ്ങിന്റെ ഒരു സൗകര്യം ഇല്ലായ്മ കൊണ്ട് മാത്രമാണ് എടുക്കാറുള്ളത്. ഇതെടുത്തതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ MG തന്നെ വെച്ച്. അപ്പൊ MG അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരാഴ്ച മുമ്പേ വെച്ചിരുന്നു ഇങ്ങനെ വണ്ടി എടുക്കാറുണ്ട്. പക്ഷേ പോലും മോശമില്ലാത്ത 2 വണ്ടികളാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ആണെങ്കിലും ടൗണിൽ ഓടിക്കാൻ നല്ല സുഖമാണ്. ഇതാണെങ്കിലും ഇപ്പോൾ ഹോണ്ടയുടെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വണ്ടിക്ക് ഉണ്ട്. അപ്പൊ ഇനി എന്താണ് മുന്നേക്ക് പോകുമ്പോൾ വണ്ടികൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആളാണല്ലോ, എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോലും കൊള്ളാമല്ലോ എന്ന് തോന്നുന്ന ഒരു വണ്ടി ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി? ഭയങ്കര ഇതിലോട്ടൊന്നും പോയില്ല, ഒരു കുറച്ചും കൂടി ഒരു നല്ല കാലമൊക്കെ വരുമ്പോൾ ഒരു മാക്സിമം ഒരു X5. അതിന്റെ അപ്പുറത്തോട്ടൊന്നും ഇല്ല. X5 എനിക്ക് ക്യൂട്ടായിട്ടും തോന്നി, ഭയങ്കര ഒതുക്കമുണ്ട്. ബാക്കി എല്ലാ പരിപാടിയും BMന്റെ ആണല്ലോ, സാധാരണ അതിന്റെ ഒരു. അപ്പോൾ ഓടും കുതിര ആടും കുതിരയുടെ പ്രൊഡ്യൂസർ ഇത് കേൾക്കണം. കാരണം വെച്ചാൽ അത് വിജയിക്കുകയാണെങ്കിൽ നിവിൻ അന്ന് പോളോ കൊടുത്ത പോലെ ഇത്തവണ X5 ആഷിഖ് ഉസ്മാൻ പുള്ളിക്ക് X5 ഉണ്ട്. അത് തന്നെ പുതിയ മതി, കുഴപ്പമില്ല. എന്തായാലും ഈ സിനിമ വലിയ വിജയമാട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം എനിക്കറിയാം ഗംഭീരമായ ഒരു സാധനമായിരിക്കും എന്നുള്ള ഒരു സംശയമില്ല. കാരണം ഞാൻ അതിനെപ്പറ്റി കേട്ടത് ഒരു ഭയങ്കര രസമുള്ള ഒരു റൊമാൻറ്റിക് കോമഡിയാണ്. റൊമാൻറ്റിക് കോമഡി അല്ലേ? മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റൊമാൻറ്റിക് കോമഡി അതാ? എനിക്ക് കിലുക്കം, ചന്ദ്രലേഖ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രിയൻ സാറിന്റെ റോം കോംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ശ്രീനേട്ടന്റെ റോം കോം എന്ന് പറയാൻ പറ്റില്ല, ഫിലിംസ് ശ്രീനേട്ടന്റെയും സത്യൻ സാറിന്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശ്രീനിവാസന്റെ ഈ പറഞ്ഞ പോലെ ചില രീതികൾ വരാറുണ്ടല്ലേ, ഈ എന്താ പറയുക അഭിനയത്തിലൊന്നല്ല പറയണ്ട, ഒരു ക്യാരക്ടറിൽ ഇങ്ങനെ വന്നു പോകാറുണ്ടോ? മീൻസ് അത് എനിക്ക് തോന്നുന്നു ഒരു നമ്മൾ ജീവിതം കാണുന്നതിന്റെ ഒരു ഇതായിരിക്കും, കുറച്ചും കൂടി ലളിതമായിട്ടും ലൈറ്റായിട്ടും കാണുമ്പോൾ കുറച്ചുകൂടി ഹ്യൂമർ ഇല്ലാതെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ ജീനിയസ് ആണ് ശ്രീനിവാസൻ. എന്തെല്ലാം തരത്തിലുള്ള സിനിമകൾ, എന്തൊക്കെ രസകരമായ സബ്ജക്റ്റുകൾ, അതിനകത്തൊക്കെ ജീവിതം കൃത്യമായിട്ട് പുള്ളി ഇങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യും. എന്ത് രസമുള്ള സാധനങ്ങളായിരുന്നു. ആ തരത്തിലുള്ള സിനിമകൾ തന്നെയാണോ മനസ്സിൽ ചെയ്യണം എന്നുള്ളത്? സംവിധാനത്തിന്റെ കാര്യത്തിലാണ് ചോദിച്ചത്. അതെ, അത്തരത്തിലുള്ള സിനിമകൾ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിന് നമ്മൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി എന്തായാലും വരും. അപ്പോൾ കുറച്ചുകൂടി ലൗഡ്നെസ് ആണല്ലോ, കുറച്ചുകൂടി അറ്റൻഷൻ സ്പാൻ കുറച്ച് കുറവാണ്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ നാച്ചുറൽ പേസ് മാറ്റിയിട്ട് കുറച്ചും കൂടി ഓഡിയൻസിന് വേണ്ടി കുറച്ചുകൂടി പേസ് കയറ്റേണ്ടി വരും. അങ്ങനെ പല മാറ്റങ്ങളും എന്തായാലും ഉണ്ടാവും. പിന്നെ അന്ന് അവർക്ക് കിട്ടിയ ആക്ടേഴ്സിനെ പോലത്തെ ആക്ടേഴ്സ് അല്ല ഇപ്പം നമുക്കുള്ളത് അന്നത്തെ. അപ്പോൾ ആ ഒരു ഈ അച്ഛൻ അന്ന് അവർ എല്ലാം ഈ അച്ഛൻ, അമ്മാവൻ, അമ്മ, അങ്ങനത്തെ എല്ലാ പെങ്ങള് ഇപ്പോൾ ആ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ഒക്കെ മാറിയിട്ട് ഇപ്പോൾ കുറച്ചും കൂടി വേറെ സ്പേസിലോട്ട് പോയി. എനിക്ക് ഓർമ്മയുണ്ട് KPSC ചേച്ചി മരിക്കുന്നതിന് മുമ്പൊരിക്കൽ ഈ ഒരിക്കൽ പറഞ്ഞത് ഗംഭീര സാധനമാണ്. അതായത് ഇപ്പോഴത്തെ മലയാള സിനിമയിൽ ആരോ ചോദിച്ചു, ചേച്ചി ഇപ്പോൾ ഏതാ പുതിയ പടം? ഇപ്പോൾ പുതിയ പടമൊന്നും ഇല്ലെന്നേ. ഇപ്പം എന്ന് വെച്ചാൽ ഈ അമ്മമാർക്കൊന്നും സ്ഥാനമില്ലല്ലോ. നായകൻ ആദ്യമേ വരുമ്പോഴേ പറയും ഞാൻ തന്തയില്ലാത്തവനാണ്, അതോടുകൂടി നമ്മുടെ സ്പേസ് ഒക്കെ പോയെന്ന് എന്ന് പറഞ്ഞ കാര്യങ്ങൾ. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് പഴയ ഇതിലേക്ക് പോകാം. നമുക്ക് നടക്കാമല്ലേ? നമ്മുടെ നടപ്പാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഈ പറഞ്ഞ പോലെ ആലുവ എന്ന് പറയുന്ന ആലുവ ഗാങ് എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഒരു പ്രമുഖ ഗാങ്ങാണ്. പണ്ടൊക്കെ തിരുവനന്തപുരമായിരുന്നു, ഇപ്പം ഇടയ്ക്കൊന്ന് പയ്യന്നൂർ വന്നിട്ടുണ്ട് അല്ലേ? എങ്കിലും ആലുവ വളരെ പ്രൊമനൻ്റ് ആണ്. അതായത് നിവിൻ പോളി തൊട്ട് ഇങ്ങോട്ട് എല്ലാവരും ഈ ഒരു ആ ഗാങ്ങിലുള്ളവരാണ്. അൽഫോൺസ് പുത്രനാണ് അതിൻ്റെ ഒരു തലപ്പത്തുള്ള ആള്. അതിലാണ് പ്രത്യക്ഷപ്പെട്ടത് അല്ലേ? വേറെ രസമുള്ളത് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ, അതായത് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ നിവിൻ പോളിയുടെ ഒരു സ്കൂളിൽ ഇതായിരുന്നു, അതായത് ക്രൈസ്തവ മഹളൻ എന്ന് പറഞ്ഞൊരു സ്കൂളിലായിരുന്നു. കിൻഡർ ഗാർഡൻ, LKG UKG. അപ്പം ഞാൻ LKG, നിവിൻ വേറെ ഡിവിഷനായിരുന്നു തോന്നുന്നു. അങ്ങനെ അന്ന് ഓർമ്മയൊന്നും ഇല്ലല്ലോ. ഇന്നും ഓർമ്മയൊന്നും അങ്ങനെ ഇല്ല, എന്നാലും ഓർമ്മയൊക്കെ പ്രശ്നമുണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ തമ്മിൽ കൂട്ടായ്മ ആ സമയത്തൊന്നും ഇല്ല. നമ്മള് എല്ലാരും ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് സിനിമ
സിനിമയ്ക്ക് വേണ്ടി ആഗ്രഹം വന്ന കുറച്ച് ആളുകൾ ഒരു സ്ഥലത്ത് യാദൃശികമായിട്ട് കണ്ടുമുട്ടി, അങ്ങനെ എല്ലാരും കൂടി ഒന്നിച്ചൊരു യാത്ര തുടങ്ങാം എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ ഷറഫുദ്ദീൻ, സിജു വിൽസൺ ഇങ്ങനെയുള്ളവരെല്ലാവരും ഒരുമിച്ച് കണ്ടുമുട്ടുന്ന ഈ സിനിമയുടെ ഇതിലാണ്? അതെ അതെ, എല്ലാവരും. സിജു ഒക്കെ ഞാനും എല്ലാവരും ഒരേ സ്കൂളിൽ തന്നെ ആയിരുന്നു. അപ്പൊ അറിയാൻ പറ്റുമായിരുന്നു, പോകുമ്പോഴൊക്കെ അറിയാം നമുക്ക്. പക്ഷെ വീണ്ടും റീകണക്ട് ചെയ്യാന്നൊരു ഇതുണ്ടല്ലോ, ആ റീകണക്ട് ചെയ്തത് കുറച്ചുകൂടി ബന്ധങ്ങൾ ഊട്ടിയുറച്ചതും ഊട്ടിയുറപ്പിച്ചതൊക്കെ ഈ സിനിമ എന്നുള്ള ആഗ്രഹം മനസ്സിൽ വന്നതിന് ശേഷം. അപ്പൊ അതിലിപ്പം അൽഫോൺസ് പുത്തൻ സംവിധാനം, ബാക്കി എല്ലാവരും അഭിനയം എന്നൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ എന്തായിരുന്നു? ഞാൻ അഭിനയം ഇല്ലായിരുന്നു ഒരിക്കലും, ഇല്ല. അത് സംവിധാനം തന്നെയായിരുന്നു. അപ്പോൾ അൽഫോൺസ് അസിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അൽഫോൺസിൻ്റെ കൂടെ തന്നെ ആയിരിക്കും മിക്ക സമയത്തും ഉണ്ടായിരുന്നത്. അപ്പോൾ അസിസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഈ പറഞ്ഞിട്ട് ഒച്ചെടുത്ത് ഓടിയെടുക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഒന്നെങ്കിൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ എനിക്കതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഞാൻ വേറെ ആരെങ്കിലും വെക്കണമായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് മാറി. പക്ഷെ ഞാൻ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു ഷൂട്ടിന് ഒരാഴ്ചയോ 2 ആഴ്ച മുമ്പെന്ന് പറഞ്ഞിട്ട് ഈ ക്യാരക്ടർ നീ പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് ഓരോന്ന് വീതിച്ചു കൊടുത്തപ്പോൾ ഇതെനിക്ക് കിട്ടി. അപ്പോൾ ഓക്കെ, ഒരു പടം വെറുതെ നോക്കാം എന്ന് പറഞ്ഞിട്ട് വെറുതെ പോയി, എന്താണ് പരിപാടി എന്ന് പോലും അറിയില്ല, വെറുതെ പോയി അഭിനയിച്ചിട്ട് പോന്നു. അങ്ങനെ തുടങ്ങിയതാണ്. ഈ പ്രേമത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇത്ര വലിയ ഹിറ്റ് ആവും തോന്നിയിട്ടുണ്ടോ? പടം എന്തായാലും ക്വാളിറ്റി ഉണ്ടാവും എന്ന് തോന്നിയിരുന്നു. കാരണം അൽഫോൺസിൻ്റെ ഒരു ഫിലിം മേക്കർ എന്ന് പറഞ്ഞാൽ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്രയും ബ്രില്യൻ ടെക്നീഷ്യനും കൂടിയാണ്. അപ്പോൾ ആ ഒരു നമ്മളൊക്കെ ഫാൻസാണ്. അപ്പോൾ പടത്തിന് എന്തായാലും ഒരു ക്വാളിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ വിജയപരാജയങ്ങളെ പറ്റിയൊന്നും ഒന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷെ എന്തായാലും ഒരു ക്വാളിറ്റി പടമായിരിക്കും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പം അൽഫോൺസിനെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല? ഇല്ലില്ല, ഞാൻ സിനിമ ചെയ്ത് തുടങ്ങി. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. എന്നാലും ഇപ്പൊ സിനിമ വെച്ചാൽ നമ്മള് മനസ്സിൽ സിനിമയുടെ സിനിമ ചെയ്യാം എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഇതിനൊരു ഭീകരമായ ഒരു സാങ്കേതികത ഞാനുണ്ട് സെറ്റില്. ഞാൻ ഫിസിക്കലി ഓടി നടന്ന് അതിന്റെ വർക്ക് ചെയ്യണമെന്നുള്ളൂ. ബാക്കി പരിപാടികളുടെ ഒക്കെ കൂടി ഉണ്ട്, ഫുൾ ടൈം ഉണ്ട്. അപ്പൊ സിനിമ അങ്ങനെ പഠിക്കാൻ ഭയങ്കര, നമുക്ക് തിയററ്റിക്കലിയും പഠിക്കാം, പ്രാക്ടിക്കലിയും പഠിക്കാം. അപ്പോൾ പ്രാക്ടിക്കലി ഞാൻ അവിടെ ഉണ്ട്, എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ റിസർച്ച് ചെയ്യണതും ബാക്കി ഇതിൻ്റെ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യണതാണ്. അങ്ങനെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ കൂടെ ഉണ്ടായിരുന്നു പ്രേമത്തിന്റെ? ഇല്ലില്ല, പോസ്റ്റ് പ്രൊഡക്ഷൻ ഇല്ല. ഷൂട്ടാണ് കണ്ടത്? ഷൂട്ടും പരിപാടികളും പ്രീ പ്രൊഡക്ഷൻ സമയത്ത് ഉണ്ടായിരുന്നു, പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട്? എന്താ ചെയ്യുന്നത്? വാപ്പയൊക്കെ ആദ്യം പുറത്തായിരുന്നു, പിന്നെ ഇപ്പൊ റിട്ടയർ ആയിട്ട് ഇവിടെ ഉണ്ട്. ഉമ്മ ഹൗസ് വൈഫാണ്. എത്ര മക്കളാണ്? ഞങ്ങൾ 3 പേരാണ്. ഞാൻ മൂത്തത്, പെങ്ങളുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞു, ഹൗസ് വൈഫ് തന്നെ. പിന്നെ അനിയനുണ്ട്, അവൻ പുറത്താണ്. ശരി. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമയിലേക്ക് പോകുന്ന മക്കളെന്ന് പറയുന്ന അച്ഛനമ്മമാർക്ക് എപ്പോഴും ആശങ്ക ഉണ്ടാക്കുന്നത് ഇവൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ ആകെ പോയി എന്നുള്ളത്. പക്ഷെ എങ്ങനെയായിരുന്നു വീട്ടിലെ ഒരു, പ്രത്യേകിച്ച് ഫാദർ പുറത്തൊക്കെ ആണെങ്കിൽ ഉമ്മയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ? ആദ്യം പുറത്തായിരുന്നു, പിന്നെ എന്റെ സ്കൂൾ ഡേയ്സിലൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല, ഇവൻ എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ള ടെൻഷൻ? സിനിമ എന്ന് പറഞ്ഞൊരു സംഭവമൊന്നും ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ ഡിഗ്രി അന്ന് എല്ലാവരെയും പോലെ അന്ന് ബിടെക് ആയിരുന്നല്ലോ ഒരു സംഭവം. അപ്പം അങ്ങനെ ഇവിടെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ അക്കാഡമിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയതുകൊണ്ട് എനിക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അവിടെ കാരക്കാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകേണ്ടി വന്നു. അപ്പം അവിടെ പഠിച്ചൊരു 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഒട്ടും ആത്മാർത്ഥതയൊക്കെ ഞാൻ ഇടുണ്ടെങ്കിലും തിരിച്ചിങ്ങോട്ട് ആ ട്രേഡ് എനിക്ക് ആത്മാർത്ഥത തന്നില്ല. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പം ഇതും ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും കൂടെ അന്തം വിട്ടിരിക്കുന്നല്ലാതെ ഞാനും കമ്പ്യൂട്ടറും. അപ്പം ഇതില് വേറൊന്നും സംഭവിക്കണില്ല. അപ്പം ഇനി 3 വർഷം വെറുതെ കളയണോ വേണ്ടേ എന്നുള്ള ഇത് വന്നു കഴിഞ്ഞപ്പോൾ പതിയെ താല്പര്യമില്ലായ്മയെന്ന് നമ്മൾ പതിയെ നമ്മുടെ താല്പര്യമുള്ളതിലോട്ട് ചിന്തിച്ചു തുടങ്ങുമല്ലോ. അപ്പം അങ്ങനെ സിനിമ പതിയെ അവിടെ കാണാൻ തുടങ്ങി. അവിടെ കുറച്ച് DVDs ഒക്കെ അവൈലബിലിറ്റി ഭയങ്കര കൂടുതലായിരുന്നു. ഈ ഫ്രഞ്ച് കോളനി കാരണം നമ്മുടെ ഇവിടെയൊക്കെ അന്ന് മറ്റേ ഹോളിവുഡ് മൂവീസ് മാത്രമേ ഉള്ളൂ, അവിടെ ഈ യൂറോപ്യൻസ് ഫിലിംസും എല്ലാം വരുമായിരുന്നു. അപ്പം അങ്ങനെ അത് കണ്ട് പിന്നെ കോളേജിൽ പോവാതെ അങ്ങനെ പിന്നെ ഇറങ്ങിപ്പോന്നു. പക്ഷെ ഞാൻ ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് പോലെ തന്നെയാണ്. മുഴുവൻ മീൻസ് 4 വർഷം പഠിച്ചു. പക്ഷെ പിന്നെ അത് വീട്ടുകാർക്ക് അറിയായിരുന്നു, സെക്കൻഡ് ഇയർ തൊട്ട് അറിയായിരുന്നു സിനിമയെങ്കിൽ സിനിമ എന്തെങ്കിലും ചെയ്യും എന്നുള്ള രീതിയിൽ. അൽത്താഫ് കൃത്യമായും ഞാൻ സിനിമക്കാരനായ അടങ്ങും എന്ന് തീരുമാനിച്ച് ജീവിച്ച ആളാ. അതെ. അതൊരു ഭയങ്കര സംഭവം അല്ലേ? എന്നിട്ട് അസിസ്റ്റ് പോലും ചെയ്യാതെ
ഒരു സിനിമയിൽ? ഞാൻ അന്ന് അസിസ്റ്റ് ചെയ്യാൻ കുറെ ശ്രമിച്ചിരുന്നു. അന്ന് ഈ പറഞ്ഞിട്ട് നമുക്ക് ആരെയും ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാൻ ഒന്നുള്ളൊരു വഴിയില്ലല്ലോ. അപ്പം അങ്ങനെ ചില സിനിമകളിലെ സംവിധായകരുടെ അടുത്തൊക്കെ ഇപ്പോൾ അവരില്ല. അപ്പം അങ്ങനത്തെ അവരെയൊക്കെ മെസ്സേജ് ചെയ്തിരുന്നു അടുത്ത സിനിമയിൽ വിളിക്കാം. പിന്നെ കാണുന്നത് മറ്റേ ഞായറാഴ്ചത്തെ ഇതിൽ ആ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയതാണ്. പിന്നെ അത് നിർത്തി ആ പരിപാടി. പിന്നെ ദൈവം സഹായിച്ച് ആദർശികമായിട്ട് അൽഫോൺസ് കയറി വന്നു. അങ്ങനെ നമ്മളെല്ലാവരും അതിൻ്റെ കൂടെ തന്നെ കയറി വന്നു. അത് പ്രേമം 2-3 വർഷത്തിനുള്ള അടുത്ത് ഫസ്റ്റ് സിനിമ ചെയ്തു. അതെ അതെ. അപ്പോൾ അത് ആരാണ് ഇത്രയും ധൈര്യമായിട്ട് നീ ചെയ്യുക? പ്രേമം ചെയ്യണ സമയത്ത് നിവിൻ കഥ കേട്ട് ഓക്കെ അടിച്ചതാണ്. അപ്പോൾ അന്നേ ഉണ്ടായിരുന്നു അത്. എനിക്ക് തോന്നുന്നു നിവിനും അൽഫോൺസും ആണ്. ഇപ്പോൾ ആർക്കെങ്കിലും നന്ദി പറയണമെങ്കിൽ അൽഫോൺസിനും നിവിനും തന്നെയാണ് നന്ദി പറയണത്. അൽഫോൺസ് പറഞ്ഞിട്ടാണ് നിവിനെ പോയി കാണുന്നത്. ഞാൻ ആദ്യം ഒരു ഇൻഡിപെൻഡൻറ്റ് രീതിയിൽ പടം ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത്. അൽഫോൺസ് പറഞ്ഞാൽ നിവിൻ്റെ അടുത്ത് പോയി കഥ പറയാൻ പറഞ്ഞു. പിന്നെ നിവിനാണ് അത് കേട്ടിട്ട് പറഞ്ഞ്. അപ്പം കഥ കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി ഞാൻ ഓർത്ത് ഇഷ്ടപ്പെടില്ലേ എന്നുള്ള രീതിയിലാണല്ലോ ഒരാൾ പറയേണ്ടത്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ എല്ലാം സ്മൂത്തായിരുന്നു. അല്ല വേറെ അതിൽ ബുദ്ധിമുട്ടിയിട്ടൊന്നുമില്ല. എങ്കിലും വളരെ ഹെവി ആയിട്ടുള്ള ആക്ടേഴ്സ് അതിനകത്തുണ്ട്. ശാന്തകൃഷ്ണ ആയാലും ലാലാണെങ്കിലും അങ്ങനെയുള്ളവരൊക്കെ. ഇവരൊക്കെ വെച്ചിട്ടൊരു അസിസ്റ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനൊരു പടം ചെയ്യാന്ന് പറയുന്നത് എനിക്ക് സത്യത്തിൽ ഭയങ്കര ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയാണ് ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ ഇത് കൊണ്ടു നടക്കണ്ടേ ഇവരൊക്കെ? ഇല്ല, അത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് അതിനോടുള്ളൊരു പാഷനും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിൻ്റെ ബാക്കിലുള്ള എഫേർട്ടൊന്നും നമ്മൾ അറിയില്ല. നമ്മൾ ഒരു ദിവസം മാക്സിമം പോയാൽ 2 സീനോ 3 സീനൊക്കെ എടുക്കുള്ളൂ. ആ 3 സീൻ ഫോക്കസ് ചെയ്താൽ മതി. നമുക്ക് എന്താ വേണ്ടതെന്ന് കറക്റ്റായിട്ട് അവർക്കൊരു ഡയറക്ഷൻ കൊടുക്കുക. എന്താണ് വേണ്ടത്, എനിക്ക് ഇന്നത് വേണം, ഈ ഡയലോഗ് ഇങ്ങനെ പറയണം, ഇത് ഇത്രയിൽ നിൽക്കണം എന്നൊക്കെ ഒരു വ്യക്തത കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സെയിം പേജിലാവും. അപ്പം നമ്മൾ വ്യക്തത ഇല്ലാതെ അവരുടെ അടുത്ത് പോയി ചോദിച്ച് നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഈ പ്രശ്നം വന്നത്. അപ്പോൾ അതിലും ബെറ്റർ നമ്മൾ കറക്റ്റ് ക്ലാരിറ്റിയോടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ എഴുതാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? കാരണം നമ്മളിപ്പം നിവിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ കിട്ടിയാൽ. അന്ന് ഇതിൽ ഞാനും ജോർജ് കോരാന്ന് പറഞ്ഞ കോ-റൈറ്ററും കൂടി ഉണ്ടായിരുന്നു. അല്ല അത് നമ്മൾ സ്വന്തമായിട്ടെന്ന് വെച്ചാൽ അപ്പം നമുക്ക് കുറച്ചുകൂടി റീറൈറ്റ് ചെയ്യണമെങ്കിലൊക്കെ പിന്നെ വേറെ ഒരാളുടെ ഇപ്പോൾ ഒരാൾക്ക് വേറെ റൈറ്ററിനെ വെച്ചിട്ട് പിന്നെ അയാൾ ഒരു സാധനം എഴുതി പിന്നെ ഇത് നമുക്ക് ആ 5 സീൻ എഴുതിയിട്ടുണ്ടെങ്കിൽ 3 സീൻ നമുക്ക് വർക്കായില്ലെങ്കിൽ വീണ്ടും വെട്ടിപ്പിക്കുകയും വീണ്ടും പുള്ളി എഴുതും. അപ്പം വീണ്ടും വേറെ 2 സീൻ അപ്പോൾ ഈ അവർക്ക് മുഷിയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മാക്സിമം കോണ്ടാക്ട് ഒഴിവാക്കാമല്ലോ എന്നുള്ള ഇതിലാണ് എഴുതി തുടങ്ങിയത്. ഈ കോണ്ടാക്ട് ഒഴിവാക്കാന്ന് പറഞ്ഞത് വേറൊരു സാധനമാണ്. ഞാൻ ഇൻ്റർവ്യൂ കേട്ടു. ആരുമായിട്ടും വലിയ കമ്പനിയൊന്നുമില്ല. അതിൽ രസകരമായിട്ട് പറയുന്നുണ്ട്, 5ാം ക്ലാസ്സിലൊരു കമ്പനിയുണ്ട്, അവനിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. അങ്ങനെയൊക്കെ പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഒന്നും അങ്ങനെ സൂക്ഷിക്കുന്ന പരിപാടി ഇല്ല അല്ലേ? ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിക്കാൻ ഈ പറഞ്ഞിട്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. 1-2 ഇപ്പോഴത്തെ കൂടെ വർക്ക് ചെയ്യണ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടെന്നല്ലാതെ അങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് വീട്ടിൽ നിന്ന് ഇറങ്ങില്ലല്ലോ. കൊച്ചു ഇപ്പോഴായത് കൊച്ചു സ്കൂളൊക്കെ ഉണ്ട്. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും. സിനിമകളാണ്, സീരീസ് ആണ്, പിന്നെ പ്ലേ സ്റ്റേഷൻ കളിക്കും ഈ പ്രായത്തിലും. അപ്പൊ അപ്പൊ അങ്ങനെ ഇതൊക്കെ ചെയ്ത്. പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണല്ലോ സിനിമയിലേക്ക് വന്നത്. ഇപ്പൊ ഈ ഒരു എല്ലാവരും ഫ്രണ്ട്സാണ്. അതായത് ഇപ്പൊ വൈകിട്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഈ പറഞ്ഞോട്ട് അതിനു വേണ്ടി എല്ലാ ദിവസവും മെനക്കെടാറില്ലെന്നുള്ളൂ. ഇന്ന് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി കളയാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിക്കൊന്നും പോകാറില്ല. അത് വരണമെങ്കിൽ നാച്ചുറലി വരട്ടെ എന്നുള്ള രീതിയിൽ കുത്തിപ്പഴിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടത് സത്യനന്ദിക്കാടിന്റെ ഇളയ മകൻ അഖിലുമായിട്ട്. പക്ഷേ ട്വിൻസാണ്. അഖിലായിട്ടാണ് ഫുൾ ടൈം സംസാരിക്കുന്നതും പരിപാടി. എന്താണ് അഖിലിൽ കണ്ട പ്രത്യേകത? മിറർ വിട്ട് തോന്നി രണ്ടുപേരും. അഖിലും ഭയങ്കര ഇതാണ്. അപ്പൊ പല സമയത്തും നമുക്ക് എന്ത് സന്തോഷമുണ്ടെങ്കിലും സങ്കടമുണ്ട് എല്ലാം ഷെയർ ചെയ്യണത് അങ്ങനെ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ നമ്മൾ പരിചയപ്പെട്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടി ആത്മസുഹൃത്തുക്കളായി. അഭിനയിക്കാൻ വിളിച്ച് അങ്ങനെ പരിചയപ്പെട്ടതാണ്. അങ്ങനെ പിന്നീട് അത് വലിയൊരു സൗഹൃദത്തിലോട്ട് പോയി. ഒരുമിച്ച് സിനിമ എഴുതുന്നുണ്ട്. ഒരുമിച്ച് സിനിമ എഴുതുന്നുണ്ട്. ഒരുമിച്ച് എഴുതുന്നു. ശരി. അപ്പൊ ഇപ്പോഴത്തെ ഓടും കുതിര ചാടും കുതിര ഒറ്റയ്ക്ക് തന്നെയല്ലേ എഴുതിയത്? ഞാൻ ഒറ്റയ്ക്ക് എഴുതിയത്. എങ്ങനെയാണ് ഇപ്പൊ ആദ്യത്തെ സിനിമ എഴുതാൻ എത്ര കാലം എടുത്തു? അല്ലെങ്കിൽ അത് എഴുതി വെച്ചിരിക്കുകയായിരുന്നു? ഇല്ല ഏട്ടാ, എന്റെ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു കഥ അല്ലെങ്കിൽ ഒരു സീനോ എന്തെങ്കിലും ഒരു പ്ലോട്ടിന്റെ എന്തെങ്കിലും ഒരു ഐഡിയ വരും.
അപ്പൊ അത് കുറിച്ചിടും. കുറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കിടക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ പൊടിയായിട്ട് ഇങ്ങനെ വന്ന് അത് സ്വരുക്കൂട്ടി വെച്ചിട്ട് ഫൈനലി ഒരു റൈറ്റിംഗ് ഉള്ളൂ. അല്ലാതെ അതിനു വേണ്ടി എല്ലാ ദിവസവും പേപ്പറും പേന എടുത്ത് എഴുതുന്ന പരിപാടി ഇല്ല. മൂന്നാറിൽ പോയി മറ്റേ അനന്തമായ തൈലത്തോട്ടം കണ്ടിരുന്ന എഴുതുന്ന പരിപാടിയൊന്നുമില്ല. ഇല്ലില്ല. വീട്ടിലിരുന്നിട്ടും പരിപാടിയുള്ളൂ. വീട്ടിലിരുന്ന് അത് ഒറ്റ ദിവസം കൊണ്ടല്ലല്ലോ എഴുതണത്. മൂന്നാറൊക്കെ പോയി തണുത്ത് പിന്നെ വേറെ ഇത് വരും. അപ്പൊ നമ്മുടെ ക്ലൈമറ്റിൽ തന്നെ ഇരുന്നിട്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് ചിന്തിച്ച് എഴുതണതാണ് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷെ റൈറ്റിംഗ് പെട്ടെന്ന് കഴിയും. കാരണം ഇത് ഒരു വർഷത്തെ സ്വരുക്കൂട്ടിലായിരിക്കും. ഓരോ സീനായിട്ട് വെച്ചായിരിക്കും പോണത്. അപ്പൊ പിന്നെ പടപടയെന്ന് പിന്നെ അത് എഴുതി കഴിയും. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ ശ്രീനിയേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെന്നുണ്ടെങ്കിൽ ശ്രീനിയേട്ടനൊക്കെ പലപ്പോഴും സിനിമ എഴുതിക്കൊണ്ടിരുന്നത് ലൊക്കേഷൻ ഇരുന്നാണല്ലോ. അതെ. അത് ലൊക്കേഷനിൽ അതിനൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അതായത് എനിക്ക് തോന്നിയേക്കണേ ശ്രീൻ സാറിന്റെ എനിക്കറിയില്ല. ഞാനും റീറൈറ്റ് ചെയ്യും ലൊക്കേഷനിൽ പോയിട്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ഡ്രാഫ്റ്റ് ഉണ്ടാവും ഓൾറെഡി. റീറൈറ്റ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സംഭവം എഴുതി ഇപ്പൊ 5 പേരടങ്ങുന്ന ഒരു സീൻ. ഈ 5 പേരെ ഞാൻ 5 ആർട്ടിസ്റ്റിനെയും കാണുന്നത് അവിടെ വെച്ചായിരിക്കും. അപ്പൊ നമ്മൾ എഴുതിയേക്കണ ശൈലി അവർ ആദ്യമായിട്ട് പറഞ്ഞു കേൾക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കല്ലുകടിയോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ അത് റീറൈറ്റ് ചെയ്യേണ്ടി വരും. അവരിതിലോട്ട് അത് ട്യൂൺ ചെയ്തെടുക്കുക എന്നുള്ളത്. നമ്മൾ വണ്ടി ട്യൂൺ ചെയ്യില്ല നമ്മുടെ ഇഷ്ടത്തിന്. അതേപോലെ അവരൊന്ന് ട്യൂൺ ചെയ്തെടുക്കുക. സംഭാഷണത്തിലൊക്കെ ചെറിയ അവർക്ക് പറ്റുന്ന രീതിയിൽ. പിന്നെ അവരും ഇപ്പൊ ഓടുംകുതിര പോലത്തെ സിനിമയൊക്കെ ആർക്ക് വേണമെങ്കിലും ക്രിയേറ്റീവായിട്ട് അഭിപ്രായം പറയാം. മീൻസ് അതിനുള്ള ലിബർട്ടിയും ആ ഡ്രാഫ്റ്റ് ഉണ്ട്. അപ്പൊ അത് കാരണം അവർ എന്തെങ്കിലും സാക്ഷ്യം പറയുമ്പോൾ അത് നല്ലതാണ് ഇൻക്ലൂഡ് ചെയ്യാം നമുക്ക്. അപ്പൊ എല്ലാത്തിനും മുമ്പ് നമ്മളെല്ലാവരും ഇരുന്നിട്ടൊരു ചർച്ചയിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് റീറൈറ്റിംഗ്. അത് പക്ഷെ അങ്ങനെ റീറൈറ്റിംഗ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മീൻസ് നമ്മൾ അവിടെ ചെന്നിട്ട് എഴുതാനല്ല, ഓൾറെഡി ഒരു സീൻ ഉണ്ടാവും. അതിന്റെ മേലെ നമുക്ക് എന്തെങ്കിലും കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യാന്നുള്ളൊരു അഭിപ്രായം. അപ്പം ഈ നമ്മൾ തന്നെ എഴുതി നമ്മളുടെ സംവിധാനം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഈ എഴുതി കഴിഞ്ഞാലും അഭിപ്രായം ആരെ കാണിക്കാനില്ല എന്നുള്ളതാണല്ലോ. അതെ. അപ്പോൾ സാധാരണ ഇതിൽ എങ്ങനെയാണ് ഇത് എഴുതിയിട്ട് വൈഫാണോ ആദ്യം വായിക്കുന്നത്? ആരാണിത് ഒരു ഫസ്റ്റ് ഒരു അഭിപ്രായം വേണ്ടത് നമുക്ക്? അല്ല, കൂടെയുള്ള എഡീസും കൂടെയുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എനിക്ക് വിശ്വാസമുള്ള കുറച്ച് പേരുണ്ട്, നുണ പറയാത്ത കുറച്ച് പേര്. അപ്പൊ നമുക്കിതില് സുഖിപ്പിച്ചിട്ട് കാര്യമില്ല. ഇത് നമുക്ക് കാശ് മുടക്കി നമ്മൾ ചെയ്യുന്ന സിനിമയാണ്. ഇത് വൃത്തിയായിട്ട് വന്നം. അപ്പൊ ഉഗ്രനായിട്ടുണ്ട്. നല്ല കയ്യക്ഷരം എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യമില്ല. കയ്യക്ഷരവും സിനിമയും തമ്മിലൊരു ബന്ധമില്ല. അപ്പൊ അങ്ങനെ കുറച്ച് ആളുകളുണ്ട്, എനിക്ക് വിശ്വാസമുള്ള കുറച്ച് ആളുകൾ. അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട് മാറ്റാറുണ്ട്. ആവശ്യമുള്ള സാധനമൊക്കെ അപ്പൊ തന്നെ മാറ്റും. വാശി പിടിച്ചിട്ട് കാര്യമില്ല, എനിക്ക് തന്നെ നഷ്ടം. നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് മാറ്റും. മറ്റത് മാറ്റാതിരിക്കണം മണ്ടത്തരമാണ്. അപ്പൊ ഈ ഓടുംകുതിര എഴുതി കഴിഞ്ഞു ഇപ്പം പോസ്റ്റ് പ്രൊഡക്ഷനിൽ എത്തി നിൽക്കുന്നു. അതെ. അടുത്ത സ്ക്രിപ്റ്റുകളൊക്കെ എന്താണെന്നൊക്കെ ആലോചിച്ച് ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്. അടുത്തൊരു സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ളത് ഒരു നെസ്ലനായിട്ടൊരു സിനിമ പ്ലാനിങ്ങിലുണ്ട്. അത് വൃത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും സംഭവിക്കും. തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും അത്. ക്രൈം കോമഡിയാണ്. ക്രൈം കോമഡി? അതെ. കുറച്ച് മർഡർ മിസ്റ്ററിയും അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പൊ ഈ കോമഡിയാണോ ശരിക്കും ഇഷ്ടം? കോമഡി എന്തായാലും ബേസ് ആയിട്ട് എപ്പോഴും അവിടെ കിടക്കും. അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വൈകുന്നേരം കൂട്ടുകാരെ കൂടിയിരിക്കുമ്പോഴാണ് നമ്മൾ ഈ കോമഡിയൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാള് പക്ഷെ ഞണ്ടുകളുടെ നാട്ടിലൊക്കെ കിട്ടിയില്ല കോമഡിയാണ്. അതായത് അങ്ങനെ എന്താണ് സ്ലാപ്സ്റ്റിക് സാധനമൊന്നുമല്ല, അതിലിങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ പറയുന്നത് അല്ലേ? അത് നല്ല രസമായിട്ടാണ് കൊണ്ടുപോകുന്നത്. എങ്ങനെയത് ആ ഒരു സംഭവം കിട്ടുന്നത് എങ്ങനെയത്? അല്ല, നാച്ചുറലി പണ്ടോട്ട് നമ്മൾ എഴുതി തുടങ്ങുമ്പോഴത്തേക്ക് ഒരാൾ ഒന്ന് പറയുന്നതിന് കൗണ്ടറായിട്ട് വളരെ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട്, അങ്ങനെ സംസാരിക്കാത്തത്. പക്ഷെ ടീച്ചർമാർ എന്തെങ്കിലുമൊക്കെ പറയണ കൗണ്ടർ മാത്രം പെട്ടെന്ന് വായിൽ വരും, അത് മാത്രം വിളിച്ചു പറയും. അപ്പൊ ഈ അത് അന്നേ തൊട്ടുണ്ട്. എനിക്ക് ജനിച്ചപ്പോഴേ കൗണ്ടർ പറഞ്ഞിട്ടായിരിക്കും ജനിച്ചത്. മിക്കവാറും നേഴ്സിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും സ്വഭാവം വെച്ചപ്പോ. അപ്പൊ അത് നാച്ചുറലായി അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നതായിരിക്കും. അപ്പൊ എനിക്ക് എന്ത് എഴുതിയാലും എനിക്ക് ഈ സെന്റ് സീനൊക്കെ എഴുതുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഇത് ഇപ്പുറത്തൊരു വേറെ ഒരു സാധനം വരും. അപ്പൊ അത് പിന്നെ വെട്ടി കളഞ്ഞിട്ട് വേണം അത് പ്രോപ്പർ ഒരു സെന്റി ആക്കാൻ.
എനിക്കൊക്കെ സംഭാഷണത്തിൽ തരാറുണ്ട് പലപ്പോഴും. നമ്മള് വളരെ സീരിയസ് ആയ ആൾക്കാർ എന്തെങ്കിലും പറയണം, നമ്മളറിയാതെ ഈ അടുത്താണ് ഞാൻ കുറെയൊക്കെ വിഴുങ്ങാൻ തുടങ്ങിയത്. മറ്റത് എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് അറിയാതെ പറഞ്ഞു, പിന്നീട് അതൊരു പ്രശ്നമായി. അങ്ങനെ ഇപ്പൊ കുറച്ച് വിഴുങ്ങാൻ പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഇത്രയും പാവം ഒരു മനുഷ്യൻ എപ്പോഴും ഈ പറഞ്ഞ 150-200 പേരുള്ള ഒരു വലിയ യൂണിറ്റിന് സിനിമ തുടങ്ങി കഴിയുമ്പോൾ കൊണ്ടു നടക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം അൽത്താഫിനെ പറ്റി, അൽത്താഫിനെ കണ്ടു ശീലിച്ചവർക്ക് അൽത്താഫ് പറയുന്ന അനുസരിക്കാനൊന്നും തോന്നുന്നില്ല. കാരണം കുഞ്ഞു മനുഷ്യൻ, ഒരു പാവം മനുഷ്യൻ, അങ്ങനെയുള്ളപ്പോൾ ഇവരൊക്കെ അനുസരിക്കും ഈ 10-200 പേര്. കാരണം ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒരു രീതിയാണ്. അല്ലല്ല, ടെറർ ഒന്നുമല്ല. നമ്മളൊരു ജോലി ചെയ്യാൻ വന്നേക്കുന്നു, എല്ലാവരും അതിൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളൊരു എന്താ പറയുക, ഒരു മെസ്സേജ് നമ്മൾ ആദ്യമേ കൊടുക്കും എല്ലാവർക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് എല്ലാവരും നിന്നിട്ടുണ്ട്. ഇന്നേ വരെ ഒരാൾ പോലും നമുക്കെതിരെയോ അങ്ങനെയൊന്നുമില്ല. ഒരു ക്രിയേറ്റീവ് ഒരു ഇത് ചെയ്യുമ്പോൾ എനിക്ക് എക്സ്റ്റേണൽ ഒരു ഒച്ചയും എനിക്ക് പറ്റില്ല. മീൻസ് എക്സ്റ്റേണൽ മീൻസ് നമ്മൾ അതിൻ്റെ ഇടയിൽ വേറെ പൊളിറ്റിക്സ് ഇതൊന്നും പറ്റില്ല. സിനിമ ചെയ്യുമ്പോൾ നമ്മൾ അന്ന് വന്നേക്കണം 3 സീനാണെങ്കിൽ 3 സീൻ വൃത്തിയായിട്ട് എടുക്കാം, നാളെ എടുക്കാൻ പറ്റൂല. അപ്പൊ അത് കാരണം അതിനു വേണ്ടി ഇത് ചെയ്യും. അല്ലാതെ എങ്കിലും നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ സിനിമ ചെയ്യുമ്പോഴത്തേക്കും ഈ കൂടെ ഉള്ളവരെന്ന് അന്വേഷിക്കുകയല്ലോ, ഇങ്ങനെ ഏത് വേറെ പടമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ പടമൊന്നും ചെയ്തിട്ടില്ല, പുതിയ ആളാണ്, അതും ആരും അസിസ്റ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളത്ര പോരായിരിക്കും എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായി കാണില്ലേ? ഞാനത് ചേട്ടന് ഇപ്പൊ ചോദിക്കുമ്പോഴാണ് അതൊക്കെ ആലോചിക്കുന്നത്. അന്ന് നിവിൻ തന്നെ ചെയ്യണത് എല്ലാവരും അറിയാവുന്ന ആളുകളാണ്. വേറെ ഒരു എനിക്കറിയാതെ ഞാൻ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്തത് ബാക്കി അതിൽ അഭിനയിച്ച അഭിനേതാക്കൾ മാത്രമാണ്. ബാക്കി എല്ലാവരും അറിയുന്ന ആളുകളാണ്. കൂടെ നിന്നതൊക്കെ എൻ്റെ കൂടെയുള്ള എഡീസ്, അവരെല്ലാവരും ഇപ്പൊ സംവിധായകരും അങ്ങനെയൊക്കെയാണ്. അപ്പൊ എല്ലാം സുഹൃത്തുക്കളായ കാരണം നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. സിനിമ ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പൊ ആദ്യം തൊട്ട് സിനിമാ മോഹം ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ ആലുവ ഗാങ് കാരണമാണോ പെട്ടെന്ന് സിനിമയിൽ എത്താൻ പറ്റിയത്? അല്ലെങ്കിലും എത്തുമായിരുന്നു? എന്തായിരുന്നു? അല്ലെങ്കിലും എത്തുമായിരുന്നു തോന്നുന്നു. പക്ഷെ ഇത്രയും ഈസി ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നതാണ്. ഇന്നേ വരെ ഞാൻ ഒരു സിനിമയും ഓൺ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല. അത് പലരും പല ഓടിയിടുന്നൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായത്. എല്ലാം എപ്പോഴും എന്തോ ഒരു ഭാഗ്യം കൊണ്ടും ഇതുകൊണ്ടും സ്മൂത്തായിട്ട് പോയിട്ടുണ്ട്. അറിഞ്ഞിട്ടില്ല അത് സിനിമ ഓണാവണത് അതിന്റെ പുറകെയുള്ള എഫേർട്ടൊന്നും അങ്ങനെ അറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ജീവിച്ച് വരവേ ആണ് ഈ അഭിനയത്തിലേക്ക് വരുന്നത് അല്ലേ? ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാൽ ജോസ് തൊട്ട് ശ്രീകാന്ത് മുരളി, ജോണി ആന്റണി, ആരെ നോക്കിയാലും സംവിധാനം എല്ലാം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സംവിധാനം ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് ഗംഭീരമായ ഒരു സിനിമയായിട്ട് വന്ന അൽത്താഫും അഭിനയത്തിലേക്ക് കടക്കുന്നത്. അഭിനയം എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഇപ്പം പ്രേമം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ സംഭവിച്ചു. അടുത്ത സിനിമ അഭിനയം എങ്ങനെയാണ് സംഭവിച്ചത്? പ്രേമം കണ്ടിട്ട് പിന്നെ വേറൊരു ടീം വിളിക്കുന്നു, അങ്ങനെ അടുത്ത ആള് വിളിക്കുന്നു, വിളിച്ച് അങ്ങനെയാണ് പോയത്. ഇപ്പൊ ഈ കഴിഞ്ഞൊരു 2.5 വർഷമായിട്ടുള്ളൂ സിനിമകള് കൂടുതൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. മറ്റത് കുറച്ച് വൺസ് ഇൻ എ വൈലൊക്കെ ആയിരുന്നു അഭിനയം. ഇപ്പൊ മിക്കവാറും ഫുൾ കമ്മിറ്റഡ് അങ്ങനെ ഇതായി. ഇതിന്റെ അഭിനയത്തെക്കാൾ ഉപരി ഈ സംവിധാനം ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രഷർ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഈ ഉത്തരവാദിത്തത്തിൻ്റെ ഭാരം ഭയങ്കരമാണ്. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിലും ഒന്ന് ബാക്കി നമുക്കൊന്നും മാനസികമായിട്ടൊക്കെ ഒന്ന് സെറ്റിൽ ആവണമെങ്കിലൊക്കെ അഭിനയം ഭയങ്കര ഗുണം ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അഭിനയം ചെയ്തു പോകുന്നു. പിന്നെ ഉള്ളപ്പോഴാണല്ലോ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുന്നതും മോണിറ്ററി ബെനിഫിറ്റും സംവിധാനത്തിലും ഉപരി എനിക്ക് കുറച്ചും കൂടി ഉപകാരം കിട്ടുന്നത് അഭിനയം തന്നെയാണ്. പക്ഷെ എങ്കിലും ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഒരു അഭിനേതാവ് എന്നുള്ളതല്ല ഞാൻ എവിടെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെയാണ് ഇപ്പോഴും. ഇപ്പൊ ഒന്ന് കുറച്ചുകൂടി ക്ലാരിറ്റി വന്നു തുടങ്ങി. കാരണം പണ്ടൊക്കെ ഈ പറഞ്ഞിട്ട് ഒരു സിനിമയിലേക്ക് നമ്മൾ വിളിക്കുന്നു, അപ്പോൾ 5 ദിവസം അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം ഇങ്ങനെയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. നമ്മളൊരു കഥാപാത്രം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ഒന്നെങ്കിൽ അതിന്റെ ലാസ്റ്റ് സീനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമുക്ക് ബാക്കി കഥ ചിലപ്പോൾ പറഞ്ഞു തരില്ല. ഇതെന്താ ചെയ്യേണ്ടതിൻ്റെ ഒരു ഇൻ ആൻഡ് ഔട്ടൊന്നും ഒരിക്കലും കിട്ടാറൊന്നുമില്ല. നമ്മൾ കഴിയാവുന്നത് എന്താണോ അത് ചെയ്യുന്നു പോരുന്നു എന്നുള്ളത്. ഇപ്പോഴാണ് കുറച്ചും കൂടി ഈ കഥാപാത്രത്തിന്റെ തുടക്കം ഇവിടെ നിന്ന് ഒടുക്കം വരെ എന്നുള്ള രീതിയിൽ ഒരു ഗ്രാഫൊക്കെ കിട്ടുന്നത്. അപ്പം അതിനനുസരിച്ച് ചെയ്യാൻ പറ്റി തുടങ്ങിയത് ഇപ്പോഴാണ്. അൽത്താഫിന്റെ സിനിമകളിൽ അഭിനേതാക്കൾക്ക് കൃത്യമായ ഗ്രാഫ് കൊടുക്കാറുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും അതിന്റെ പറയാറുണ്ട്. ചെറിയൊരാളാണെങ്കിൽ നമുക്ക് എന്താണ് ഇന്റൻഷൻ, അയാളുടെ കോൺഫ്ലിക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ അയാളുടെ ഇന്റൻഷൻ എന്താണെന്നത് കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ അവർക്കൊന്നും പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ എന്തായാലും ക്ലിയർ ആയിട്ട് തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പറഞ്ഞ പോലെ പിന്നെ സിനിമ സംവിധാനം ചെയ്യുന്ന ഭാരമില്ല എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ റോൾ അഭിനയിക്കുമ്പോഴാണ്. പക്ഷെ ഒരു സിനിമ മൊത്തത്തിൽ നമ്മളെ കൊണ്ടുപോകാന്ന് പറയുന്നതാണ് മന്ദാകിനിയിലൊക്കെ സംഭവിച്ചത്. അപ്പോൾ നായകനാകുമ്പോൾ വീണ്ടും ഈ ഭാരം തോന്നില്ലേ?
ഇല്ല, അങ്ങനെ അഭിനയിക്കുമ്പോൾ അങ്ങനെ ഇപ്പം അങ്ങനെ വിഷ്വലി ഇപ്പോഴും ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ദാകിനിക്ക് ശേഷം പിന്നെ ഞാൻ സംവിധാനത്തിലോട്ട് കയറി. അതിനുശേഷം ഇപ്പോൾ 1 വർഷത്തിന് ശേഷമാണ് ഞാൻ അഭിനയിക്കുന്നത്. 1 വർഷം ഞാൻ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല, സംവിധാനം തന്നെയായിരുന്നു. അപ്പൊ ഇപ്പൊ വീണ്ടും കയറിയപ്പോ ലീഡായിട്ട് തന്നെ ഒരു പടമാണ് ഇന്നസെന്റ് എന്ന് പറഞ്ഞിട്ടൊരു പടമാണ്. അല്ലല്ല അതല്ല, വേറൊരു സിനിമയാണ്. അതിന്റെ ടൈറ്റിലൊക്കെ റിവീൽ ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ സിനിമ ഇപ്പൊ തീരാറായി, ഷൂട്ട് നടക്കുന്നു. അപ്പൊ 2 ദിവസത്തിൽ തീരും ആ സിനിമ. അപ്പോൾ അത് ചെയ്യുമ്പോഴും എനിക്കങ്ങനെ ഒന്ന് ഹ്യൂമറിനെ ഇവർ വിളിക്കണത്. അപ്പോൾ നമ്മൾ പറ്റുന്ന പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പതിയെ ഒരു പടോടിയും കഴിഞ്ഞാൽ പതിയെ ഒന്ന് ജോണറൊക്കെ മാറ്റി പിടിക്കാം. വില്ലൻ ഒന്നും വന്നിട്ടില്ല, ഇല്ലില്ല. മീഷോ ആണെങ്കിൽ 10 വർഷം എടുക്കും, ഫീൽഡ് ഔട്ട് ആവും. അപ്പോൾ അതാരാണ് മീഷോ ആക്കാത്തത്. എങ്കിലും നായകനിലേക്ക് പോകുമ്പോൾ നമ്മൾ കുതിരസവാരി, സ്റ്റണ്ട്, ഡാൻസ് അതൊക്കെ പഠിക്കണ്ടേ? ഡാൻസും അങ്ങനത്തെ കുറച്ച് ബാധ്യതകളൊക്കെ ഇങ്ങനെ വന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിലാണ്. അപ്പൊ എന്തായാലും നോക്കാം, ഒരു വഴിക്ക് പുറപ്പെട്ടല്ലേ. എന്തായാലും ഒന്നും വേണ്ടെന്ന് പറയാൻ പറ്റിയല്ലോ അല്ലേ? എവിടെയെങ്കിലും ഡാൻസിന്റെ കട ഉണ്ടാവും, നിർത്തി നമുക്ക് നോക്കാം. അപ്പൊ ഈ ഭാര്യ എങ്ങനെയാണ് ഈ മാറ്റം കാണുന്നത്? സംവിധാനത്തിൽ നിന്ന് പെട്ടെന്ന് അഭിനയത്തിലേക്ക് വരുന്നു. ഭാര്യക്ക് അഭിനയിക്കാനാണ് കുറച്ചുകൂടിയും താല്പര്യം. കാരണം വീട്ടിൽ കുറച്ചുകൂടിയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ നമ്മുടെ ഈ ഉത്തരവാദിത്വം വരുമ്പോ നമുക്ക് വന്നെ ഇങ്ങനെ ഒരു ഇതുണ്ട്, മന്നിപ്പ് വരും. ഇങ്ങനെ സോഫയിൽ നിന്നിട്ട് കുറച്ചു നേരമൊക്കെ ഇങ്ങനെ ആലോചിക്കുക. ആ ആലോചനയൊന്നും ഇവിടെ ഉണ്ടാവില്ല. 10 സാധനം പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ 9 സാധനം വിട്ട് തിരിച്ചു വരില്ല, 10 സാധനം വിട്ട് തന്നെ തിരിച്ചു വരും. അതിന് ഭാര്യക്ക് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ? പലർക്കും അറിയാത്തൊരു കാര്യം. ഭാര്യ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. പിന്നെ സബ് ടൈറ്റിലും ചെയ്തുകൊണ്ടിരുന്നിരുന്നു. ആട്ടം സിനിമ വരെയും സബ് ടൈറ്റിലും ചെയ്തിരുന്നു. പിന്നെ മോൻ വന്ന് ലാപ്ടോപ്പിലൊക്കെ കുത്തി കളിച്ച് നശിപ്പിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ അത് കുറച്ച് നാളത്തേക്ക് ഒന്ന് ബ്രേക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് എടുത്തു. ഇത് അർജുന കല്യാണം കഴിച്ചാണോ? അത് പ്രേമവിവാഹമായിരുന്നു? പ്രേമമായിരുന്നു. പ്രേമിക്കാനൊക്കെ പറ്റുമായിരുന്നല്ലോ, ഇത്രയും ഭാവമായിട്ടാണ്. വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലെങ്കിലും പ്രേമത്തിലൊന്നും കുറവുണ്ടായില്ല. അതെങ്ങനെയായിരുന്നു ആ കഥ? എവിടെ വെച്ചായിരുന്നു? ഇല്ല, അങ്ങനെ കഥ ആയിട്ടൊന്നും അങ്ങനെ ഇല്ല. നമ്മളൊരു കോമൺ ഒരു രീതിയിൽ കണ്ടു, അങ്ങനെ രണ്ടുപേർക്കും ഇഷ്ടമായി, അങ്ങനെ കല്യാണം കഴിച്ചു. അതിലും അങ്ങനെ ട്വിസ്റ്റോ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എങ്കിലും ഭാര്യ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് ഓടും കുതിരയില് ഭാര്യ അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കായിരുന്നു? അത് നിങ്ങളൊരു ഇപ്പൊ തൽക്കാലം വർക്ക് ചെയ്യാനുള്ള കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. കാരണം വീട്ടിലെ ഉത്തരവാദിത്വം ഈക്വൽ, എല്ലാരും വിചാരിക്കും ഇവർക്ക് ഭയങ്കര സുഖമായിരിക്കും, പക്ഷെ അങ്ങനെയല്ലല്ലോ. വീട്ടില് അവരുടെ ഉത്തരവാദിത്വം ഭയങ്കര വലുതാണ്, നമ്മളെക്കാട്ടിയും കുറച്ചുകൂടി വലുതാണ്. അപ്പൊ അതില് ആരെങ്കിലും ഒരാൾ ഫോക്കസ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഇപ്പൊ തൽക്കാലം എന്റെ ഇതില് ചെയ്യും. അപ്പൊ ഞാൻ കുറച്ച് കഴിയുമ്പോ ഞാൻ റെസ്റ്റ് എടുത്തിട്ട് കൊച്ചിനെ നോക്കുമ്പോ വൈഫിന് കൊച്ചിനെ നോക്കേണ്ട അവസ്ഥയിലൊക്കെ എത്തുമല്ലോ. കൊച്ചിനെയാണ് എപ്പോഴും നോക്കണം, ഈ വയസ്സിൽ നോക്കണം. അപ്പൊ ഭാര്യക്ക് സംവിധാന താല്പര്യം ഇപ്പോഴും താല്പര്യമുണ്ട്. ഇപ്പൊ ഒരു സമയത്ത് കുറഞ്ഞിരുന്നു, പിന്നെ ഞാൻ വീണ്ടും പാഷനേറ്റ് ആക്കി സിനിമകൾ ഇപ്പൊ വീണ്ടും കണ്ടു തുടങ്ങി. അഞ്ജലി മേനോന്റെ കൂടെ ഇത് ചെയ്തിട്ടുണ്ട്, പിന്നെ അനിൽ രാധാകൃഷ്ണൻ, കുറച്ച് വേറെ പല ആളുകളോട് ചെയ്തിട്ടുണ്ട്. 5-6 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പറഞ്ഞ വീട്ടിൽ മൊത്തം സിനിമയാണ് അല്ലേ? വീട്ടില് സിനിമ വളരെ കുറവാണ്. ടിവിയിൽ വരുന്ന സിനിമകൾ മാത്രം വീട്ടിലെ സിനിമ, അല്ലാതെ വീട്ടില് സിനിമ സംസാരം കുറവാണ്. അതുപോലെ മറ്റൊരു കാര്യം, എനിക്ക് ഏറ്റവും രസകരമായ കാര്യം, എനിക്കൊരു 5-6 പേരുള്ള ഒരു റൂമിൽ ഇരിക്കാൻ പോലും മടിയാണ്. എനിക്ക് അങ്ങ് ശ്വാസം മുട്ടൽ വരുമെന്ന് പറഞ്ഞു. ശ്വാസം മുട്ടൽ എന്ന് വെച്ചാൽ ഒരാള് കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ കംഫർട്ടബിൾ ആണ്, ഇല്ലെങ്കിൽ നമ്മളവിടെ ഇരുന്നിട്ട് ഒന്നും സംസാരിക്കാനില്ല. അവിടെ ഇരുന്നിട്ട് അവർക്കും ബുദ്ധിമുട്ട്, പിന്നെ നമുക്കും ബുദ്ധിമുട്ട്. അത് വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ പിടിക്കാത്തത്. ഇപ്പൊ നമ്മുടെ ചെറിയ സുഹൃത്തുക്കളുടെയൊക്കെ എത്രയാണെങ്കിലും സംസാരിച്ചിരുന്ന് തമാശയൊക്കെ പറയാം. അല്ലാതെ അറിയാത്ത കുറച്ച് പേര് കൂടെയൊക്കെ പോയാൽ. പക്ഷേ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ എല്ലാവരും കണ്ട ഉടനെ നമ്മുടെ പതിവനുസരിച്ച് സെൽഫി എടുക്കലും അങ്ങനെയൊക്കെ വരില്ലേ? അപ്പൊ അതിനൊക്കെ എങ്ങനെ കാണുന്നത്? അല്ല, അത് ഒക്കെ സെൽഫി എടുത്ത് തന്നെ വിടണം, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കില്ല. അങ്ങനെ നമ്മളിപ്പോ ഒരാൾ ഹായ് പറഞ്ഞാൽ തിരിച്ച് ഹായ് പറയാനുള്ള മര്യാദ നമ്മളും കാട്ടണമല്ലോ. അപ്പൊ അതൊക്കെ എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ ഇന്നലെ നമ്മളിപ്പോ കാണുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ കാണാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് ഇൻ്റർവ്യൂസ് എന്ന് വെച്ചാൽ ഈ സിനിമ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേജിലിരിക്കുന്ന പരിപാടി അല്ലാതെ ഈ 1-to-1 ഇൻ്റർവ്യൂ ഒക്കെ വളരെ കുറവാണ്. ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് വിമുഖനാണോ?
എനിക്ക് ഒന്നും പറയാനൊന്നും നമ്മളിപ്പോ എത്രമാനം പറഞ്ഞു. അല്ല, അത് എനിക്ക് ചേട്ടനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ടും ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒരു വ്യക്തത ഉള്ളത് കൊണ്ടും പറയാൻ ഭയങ്കര സുഖമാണ്. നമുക്ക് ഒരു ബന്ധമില്ലാത്ത ചോദ്യങ്ങളും ഇതിനൊന്നും പറയാൻ അതിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കൗണ്ടറായി പോകും. പിന്നെ അതിന്റെ തലവേദന വേറെ പിടിക്കണം. ഒരു തമാശ കൗണ്ടർ വന്നാൽ അപ്പൊ പിന്നെ അത് വേണ്ടല്ലോ, എന്റെ പുറകെ പോയി പുലിവാലി പിടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. എന്തായാലും ഈ പറഞ്ഞല്ലോ നമ്മൾ അൽത്താഫിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോകുന്നൊരു മനുഷ്യനാട്ടോ. അൽത്താഫ് പല കാര്യങ്ങളും വിമുഖനാണെങ്കിലും നമ്മൾ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മുഖവും സ്വഭാവവും ഒക്കെയാണ്. നമ്മൾ അൽത്താഫ് വില്ലനായിട്ട് വന്നാലും നമുക്ക് അങ്ങനെ ദേഷ്യമൊന്നും വരാനുള്ള സാധ്യതയില്ല. ചിരി വരുന്നെന്ന് പറയരുത്, ചിരി വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. ആ വില്ലനെ കണ്ട് ചിരിച്ചിരിച്ച് മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ തീർന്നല്ലേ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നല്ലൊരു അഭിനേതാവാണ്. വളരെ നാച്ചുറലായിട്ടുള്ള ആക്ടിങ് ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ സിനിമയിൽ അങ്ങനെ ചേർന്ന് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ പാച്ചുവിലൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഒരിക്കലും അഭിനയിക്കാൻ തോന്നാത്ത രീതിയിൽ ഗംഭീരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും നമ്മളിനി കാത്തിരിക്കേണ്ടത് അൽത്താഫിൻ്റെ സിനിമ സംവിധാന സംരംഭങ്ങൾക്കാണ്. കാരണം വെച്ചാൽ ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള എന്ന് പറയുന്നത് വളരെ രസകരമായ, വളരെ വ്യത്യസ്തമായ ഒരു സാധനമായിരുന്നു. അത് സ്ക്രിപ്റ്റിംഗ് ആയാലും അവരുടെ ഡയറക്ഷൻ ആയാലും എല്ലാം വളരെ രസകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത സിനിമ ഓടും കുതിരയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. കാരണം ഫഹദാണെങ്കിലും കുറച്ച് കാലമായിട്ട് മീശയൊക്കെ പിരിച്ചു തുടങ്ങിയതുകൊണ്ട് അതിലൊരു മാറ്റം അല്ലേ, ആവേശമൊക്കെ കഴിഞ്ഞിട്ട് ഒരു രസമുള്ള ഒരു സ്ഥാനത്തിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ആണല്ലേ, ഫഹദ് സ്വീറ്റാണ്. ഇനി പറഞ്ഞ പോലെ ഇടയ്ക്കൊന്ന് മാറി മീശ പിരിക്കാൻ പോയെന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഫഹദും എക്സൈറ്റഡ് ആയിരിക്കും എനിക്കറിയാം. തീർച്ചയായിട്ടും ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇൻ്റർവ്യൂ ഫഹദ് കാണുന്നുണ്ടാകും. കാരണം നമ്മുടെ എല്ലാ പ്രോഗ്രാമും കാണുകയും ഇടയ്ക്ക് വിളിക്കുകയും ചെയ്യുന്ന ആളാണ് ഫഹദ്. അതുകൊണ്ട് ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ ഫഹദിനും ഓൾ ദ ബെസ്റ്റ് ഓടും കുതിരയുടെ കാര്യത്തിൽ. എങ്കിലും ഇനി നമ്മൾ അൽത്താഫിനെ കാണുമ്പോൾ ഇതിനൊക്കെ മാറിയിട്ട് X5 നാഷിക് ഉസ്മാൻ കൊടുത്തില്ലെങ്കിലും ഇത് പറഞ്ഞു പറയിപ്പിച്ചാണ് നാഷിക് വിചാരിക്കും അല്ലേ. എന്നാലും ആ സിനിമ നമ്മൾ ഹിറ്റാകുമ്പോൾ ഒരു വാഹനം ആരും കൊടുത്തില്ലെങ്കിൽ പോലും വാങ്ങിക്കാൻ അവസ്ഥയൊക്കെയുള്ളൊരു മനുഷ്യനാണ്. സിനിമ ഹിറ്റായി. അതെ, തീർച്ചയായിട്ടും അതൊക്കെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ സൈക്കിളിലാണെങ്കിലും ഞാൻ കംഫർട്ടബിൾ ആണ്. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അതർ ദാൻ സിനിമ എന്തൊക്കെയാ ഹോബീസ് എന്തെങ്കിലും ഉണ്ടോ? അതർ ദാൻ സിനിമ എനിക്ക് ഫുട്ബോൾ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഞാൻ ലിവർപൂളിന്റെ ഭയങ്കര ഫാനാണ്. പ്രീമിയർ ലീഗ് ഇരുന്ന് എല്ലാ ശനി ഞായർ ഇരുന്ന് കാണും. പിന്നെ പറഞ്ഞോട്ട് അത് തന്നെയാണ്. യാത്രകൾ അങ്ങനെ വളരെ കുറവാണ്. എനിക്കങ്ങനെ യാത്ര ചെയ്യാന്ന് തോന്നാറില്ല. എൻ്റെ വീടും പരിസരം എവിടെയാണോ അവിടുത്തെ യാത്രയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് തന്നെ. എങ്കിലും ഈ പറഞ്ഞ യാത്രകളിൽ നിന്ന് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ഉള്ളു. പക്ഷെ അതും ഈ പറഞ്ഞല്ലോ, ശ്രീനേട്ടൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ അറിയാൻ ലൈൻ ബസ്സിൽ കയറേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ. ഇടയ്ക്ക് പോലും യാത്ര നിൽക്കുന്നൊരു വിശാലമായ ലോകമില്ലേ, അത് ആഗ്രഹമില്ലേ? അല്ല, ആഗ്രഹമുണ്ട്, ചെയ്യും. ഇപ്പോഴത്തെ ഒരു ടൈം ലൈൻ വെച്ചിട്ട് യാത്ര ചെയ്യാൻ കുറച്ചും കൂടി ചെറിയ ചെറിയ ദിവസങ്ങളാണ് അവധിയൊക്കെ കിട്ടണുള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളിൽ വീട്ടിൽ സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും. അല്ലെങ്കിൽ പിന്നെ അവരായിട്ട് പോകണമെങ്കിൽ മോന് സ്കൂള് ഇപ്പൊ 2ലാണ്. അപ്പൊ കുറച്ചുകൂടി ഞാൻ എന്നെക്കാട്ടി മൂക്കും. അല്ല, പ്രേമത്തില് അഭിനയിക്കുമ്പോ എത്ര വയസ്സായിരുന്നു? പ്രേമത്തില് ഞാൻ അഭിനയിക്കുമ്പോ എനിക്കൊന്ന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ 20 വയസ്സ് കടന്നിരുന്നോ? 30 വയസ്സായിരുന്നു. ദൈവം എന്റെ തന്നെ കുഞ്ഞു കുട്ടിയോട് പോയിട്ടാണെന്ന് നമ്മളെല്ലാം മനസ്സിലാക്കിയത് അല്ലേ? അത് ശരി. എന്നെ കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ വളർത്തി ശരിക്കും വെറുപ്പിക്കലായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത്. ആരെയും നോക്കാൻ സമ്മതിക്കാതെ എന്തൊരു സിനിമയായിരുന്നല്ലേ ശരിക്കും പറഞ്ഞാൽ. അത് ഇപ്പോഴും ഈ പറഞ്ഞാലോ ഭയങ്കര മനസ്സിലിങ്ങനെ ഒരു സന്തോഷം ഇപ്പോഴും അത് കാണുമ്പോൾ. അത് ശരിക്കും അൽഫോൺസ് പുത്രൻ ഇപ്പം തിരിച്ചൊരു കാര്യമായ രീതിയിൽ തിരിച്ചു വരാൻ ഉണ്ടല്ലോ. അതിന് വെച്ചാൽ പുള്ളി ഇപ്പം അതിന്റെ ഇതിലാണ്. നല്ല തിരക്കഥയും നല്ല ഇത് വരുമ്പോ പുള്ളി വരും. ഇപ്പൊ അഭിനയിക്കുന്നുണ്ട്, സജീവമായിട്ട് അഭിനയത്തിലോട്ട് വരുന്നുണ്ട്. എന്നാലും വാഴ 2-ലൊക്കെ നല്ല റോൾ ചെയ്തിട്ടുണ്ടല്ലേ. ശരി. അപ്പോൾ അൽഫോൺസ് ഇത് കാണുന്നുണ്ടെങ്കിൽ വേഗം തിരിച്ചു വരിക. ഞങ്ങളെ കാത്തിരിക്കുകയാണ്. പ്രേമവും നേരവും എല്ലാം നമ്മൾ ഈ പറഞ്ഞാൽ ഇപ്പോഴും എത്രയോ തവണ കണ്ടു എന്ന് പറയാൻ പറ്റില്ല, അത്രയധികം കണ്ട സിനിമകളാണ്. അപ്പോൾ അൽഫോൺസും തിരിച്ചു വരട്ടെ. അതോടൊപ്പം തന്നെ അൽത്താഫിൻ്റെ ഗംഭീരമായ സിനിമകളും വരട്ടെ. അതോടൊപ്പം പുതിയ വാഹനങ്ങളും വരട്ടെ. എങ്കിൽ മാത്രം നമുക്ക് പ്രോഗ്രാമിൽ ഇനിയും അൽത്താഫിനെ കൊണ്ടുവരാൻ പറ്റും. X5 ഒക്കെ ആയിട്ട് തിരിച്ചു വരട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് അൽത്താഫ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.